തീർന്നടാ, നീ തീർന്നു. മുരുക, നീ തീർന്നു. കുറെ കാലമായി നമ്മുടെ മമ്മൂക്ക ഫാൻസ് ഇത് പറയാൻ തുടങ്ങിയിട്ട്. എന്തായാലും തീരും, മിക്കവാറും തീരും. ഇന്ന് ടെർബോ റിലീസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മമ്മൂക്കയുടെ ടെർബോ റിലീസ് ചെയ്തിരിക്കുകയാണ്. ആ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സാപ്പ് മീഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ടെർബോ വൈശാഖ് സംവിധാനം ചെയ്ത് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി പിന്നെ ഇന്ന് റിലീസ് ചെയ്ത സിനിമയാണ് ടെർബോ എന്ന സിനിമ. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മമ്മൂക്ക ടെർബോ ജാസായിട്ട് നമ്മുടെ മമ്മൂക്കയാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, നാട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, പിന്നെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ചെന്നൈയിലേക്ക് പോവാണ്. അപ്പൊ ചെന്നൈയിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിത്തിരിയാണ്. വേറൊരാളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം നമ്മുടെ ജോസിന്റെ തലയിലേക്ക് വരുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടുപോകുക, രസകരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ഏകദേശം നമ്മൾ കണ്ടുമെടുത്ത കഥാസന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും നമ്മളെ പിടിച്ചിരുത്തുന്നുള്ള സംഭവങ്ങളെല്ലാം ഈ ഒരു സിനിമയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാധാ ഒരു ആക്ഷൻ കോമഡി ത്രില്ലർ സിനിമകളൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ് ടെർബോ എന്ന സിനിമ എങ്കിലും നമ്മുടെ ചാർജ് ജയിക്കാനുള്ള എല്ലാ ഐറ്റവും ഇതിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മമ്മൂക്കയുടെ ഇതുപോലെ ഫൈറ്റ് ആക്ഷൻ ത്രില്ലർ സിനിമകളിലൊക്കെ നല്ലൊരു ഇൻട്രോ നായകന് കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിലൊരു സാധാ ഇൻട്രോ ആണ് നമ്മുടെ മമ്മൂക്കയെ കൊടുത്തത്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്തതെന്നുള്ളത്. പക്ഷെ അത് ചിന്തിച്ച് തീരുന്നതിന് മുമ്പേ ഒരു കിഡ്ലൻ സംഭവം വരികയാണ്, ടെർബോ ചാർജ് ആയി അങ്ങോട്ട് വരികയാണ് എന്നുള്ളതാണ്. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ബിന്ദു പണിക്കർ ആയിക്കോട്ടെ, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും എടുത്ത് പറയാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റോസ് സേവ്യർ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്താ പണി വെച്ചിരിക്കുന്നത്, എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്, അയ്യടാ ഒരു രക്ഷയില്ല. തിയേറ്ററിൽ കുളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ക്രിസ്റ്റോസ് സേവ്യർ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു സിനിമ ഒന്ന് ഡൗൺ ആയി പോകാൻ തോന്നുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ ടെർബോ ചാർജ് ആയി വരുന്നുണ്ട് ക്രിസ്റ്റോസ് സേവ്യറിന്റെ ആ ഒരു മ്യൂസിക് എന്നുള്ളതാണ്. പിന്നെ മമ്മൂക്ക ഒരു രക്ഷയിലെ മനുഷ്യനെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്, എമ്മാരി ആക്ഷൻ ചേസിങ് ഒക്കെ ആണെന്നാണ് പൊളിച്ചടക്കിയിട്ടുണ്ട് സിനിമ. എന്തൊക്കെ നോക്കുകയാണെങ്കിലും ഫസ്റ്റ് മുതൽ നമ്മളിങ്ങനെ കണ്ടു പോകുന്ന സമയത്ത് ക്ലൈമാക്സിൽ എത്തുമ്പോൾ നമ്മളെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിരുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സിനിമ പൊളിയായിരിക്കും, കിടിലനായിരിക്കും. അങ്ങനെ തന്നെയാണ് ഈ ഒരു സിനിമ. ക്ലൈമാക്സിൽ ചേസിങ് ഉണ്ട് മക്കളെ. ആ ചേസിങ്, ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി വരുന്ന സമയത്ത് രക്ഷയില്ല. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് ഒന്നുമില്ല. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതാണ് നമ്മുടെ മനസ്സിലിങ്ങനെ ഉള്ളത്, ആ ചേസിങ്, ആ ഫൈറ്റും. അത് മതി സിനിമ പൈസ മുതലാൻ വേണ്ടിയിട്ട്. പിന്നെ ക്ലൈമാക്സിൽ നല്ലൊരു അടിപൊളി ടൈലൻഡ് കൂടി ഉണ്ട്. അത് നിങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കാം. ആ ഒരു സ്പോയിലർ ആവാൻ മിക്കവാറും ചാൻസ് ഉണ്ട്. ഇന്ന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇന്ന് തന്നെ സ്പോയിലർ ആവും. ഇന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കാം. എന്തായാലും തിയേറ്ററിൽ എൻജോയ് ചെയ്ത് ഉല്ലസിച്ച് കൂകി വിളിച്ച് എന്താ പറയുക, ഒരു ഫെസ്റ്റിവൽ പിന്നെ എന്താ പറയുക ആ രീതിയിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു സിനിമ. അതാണ് എനിക്ക് ഈ ടെർബോ. എന്താ പറയുക, സൗണ്ടൊന്നുമില്ല, ആർത്ത് വിളിച്ച് സൗണ്ടൊന്നുമില്ല സത്യം പറയുകയാണെങ്കിൽ. ഇനി മമ്മൂക്ക ഫാൻസ് നെഞ്ചും വിരിച്ച് പറയാം, മുരുക നീ തീർന്നിടാന്ന്. ടെർബോ സൂപ്പർ, കലക്കി. തിയേറ്ററിൽ പോയി കണ്ടുപോകുക. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു സിനിമ. ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അതൊക്കെ മേക്ക് ഓവർ ചെയ്ത് പോകാനുള്ള സംഭവങ്ങൾ ലാസ്റ്റിലേക്ക് അവർ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ എനിക്ക് ചെറിയൊരു പ്രശ്നമായി തോന്നിയത് രാജ്ബി ഷെട്ടിയുടെ പെർഫോമൻസ്. അദ്ദേഹം സൂപ്പറാക്കി, അദ്ദേഹം പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിഡ്ലാക്കിയിട്ട് ആ സേവിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആ ഒരു വില്ലൻ മമ്മൂക്കായ്ക്ക് പറ്റിയൊരു എതിരാളി, ആ ഫിസിക്കലി ആയതുകൊണ്ടായിരിക്കും കേട്ടോ എനിക്ക് അങ്ങനെ തോന്നി, എനിക്കറിയില്ല. ആ ഒരു എതിരാളി മമ്മൂക്കയ്ക്ക് പറ്റിയൊരു എതിരാളിയായിട്ട് എനിക്ക് അങ്ങോട്ട് തോന്നില്ല. അതാണ് പ്രശ്നം. അതാണൊരു ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയതാണ്. പിന്നെ കഥ നമ്മൾ കണ്ടുപെടുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണെങ്കിലും നമ്മളെ എന്താ പറയുക, അവിടെ പിടിച്ചിരുത്താനുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ട് ആ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വിജയം എന്നുള്ളത്. ഒരു ആവറേജ് സ്റ്റോറി ആണെങ്കിൽ പോലും അത്രയും നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിജയം തന്നെയാണ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒക്കെ നോക്കുക, ആ കളർ ഗ്രേഡ് കാര്യങ്ങൾ, ടെക്നിക്കൽ സൈഡൊക്കെ ഞാൻ നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. ആ കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ടെക്നിക്കലി മൊത്തം എന്തായാലും 60-65 കോടി ഇതിന്റെ പിന്നെ ബജറ്റ് വരുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അവര് കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നല്ല ക്വാളിറ്റി മേക്കിംഗ് തന്നെയായിരുന്നു. എന്തായാലും കണ്ടുപോകാം, തിയേറ്ററിൽ പോയി കണ്ടുപോകാം. തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇതുപോലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഒരു തിയേറ്ററിൽ പോയി ഇളകി മറിച്ച് നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.